ഓൾ റൈറ്റ്, വെൽക്കം എവരി വൺ. സോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് സീരീസിൽ നമ്മൾ പർട്ടിക്കുലർലി സെറ്റിംഗ് അപ്പ് ടെക് സ്റ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലേലിസ്റ്റ്, ഈ ഒരു പ്ലേലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർസാണ് ആവശ്യമായിട്ടുള്ളത്, ഡേറ്റാ സയൻസിൽ നമുക്ക് ആവശ്യമുള്ള പോർട്ട്ഫോളിയോ വർക്ക് ചെയ്യാനും നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ടൂളുകൾ, ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്, ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ യൂസ് കേസസ് എങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെ വേണം അതിൻ്റെ പവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റാളേഷൻ റിക്വയർമെൻറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു. അതിലൊന്ന് പൈത്തൺ ഡൗൺലോഡ് ഇൻസ്റ്റാളേഷൻ ആൻഡ് ഡൗൺലോഡിംഗ് ആണ്. പിന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷൻസ് പറഞ്ഞിരുന്നു. പിന്നെ ഗിറ്റ് ബാഷ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ലിനക്സ് ഓർ മാക് യൂസേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഗിറ്റ് ബാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഒരു കമാൻഡ് ലൈൻ ആപ്ലിക്കേഷനാണ്. കമാൻഡ് ലൈൻ ടൂൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് നിങ്ങൾ ഓരോ കമാൻഡ്സൊക്കെ അടിച്ച് ശീലിച്ചിട്ടുണ്ടാവും. സോ അതുപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ലിനക്സ് കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റിൽ വരുന്ന ഒരു കമാൻഡ് ലൈൻ ടൂളാണ് ഗിറ്റ് ബാഷ് എന്ന് പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അകത്ത് കോഡ് ഡെവലപ്പ് ചെയ്യുമ്പം വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ട് ഗിറ്റ് ബാഷ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ യൂസ് കേസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഗിറ്റ് ബാഷ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ലിങ്കിൽ പോവുക. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ git-scm.com/downloadsൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് ഇവിടെ എനേബിൾ ആയിട്ട് വരും. അതൊരു എക്സിക്യൂട്ടബിൾ ഫയലായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ബേസിക്കലി അത്രയേ ഉള്ളൂ. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിൽ പോയിട്ട് ഗിറ്റ് ബാഷ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഐക്കൺ ഷോ അപ്പ് ചെയ്യും. ആസ് ഓഫ് നൗ എൻ്റെ സിസ്റ്റത്തിൽ അത് ഞാൻ മാക്ക് ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. ബട്ട് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്പിയർ ആവും. മാത്രമല്ല, നിങ്ങൾ അതിന് ശേഷം ചെയ്യേണ്ടത് VS കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ന്യൂ ടെർമിനൽ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VS കോഡിലും ഇതേ പറയുന്ന ഗിറ്റ് ബാഷ് ആക്സസബിൾ ആയിരിക്കും. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, പിന്നെ താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കാണാം. ടെർമിനൽ എടുത്തതിന് ശേഷം ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗിറ്റ് ബാഷ് ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഇതുപോലൊരു ടെർമിനൽ, എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കില്ല, കുറച്ച് കളേർഡ് ഇൻഫർമേഷനൊക്കെ വന്നിട്ട് ഒരു ടെർമിനലായിരിക്കും വരുന്നത്. അവിടെയായിരിക്കും നമുക്ക് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ കമാൻഡ്സ്, ഫയൽ ക്രിയേഷൻസ്, ഫയൽ മൂവിങ്, റീനെയിമിങ്, ഇങ്ങനെയുള്ള നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് കമാൻഡ് ലൈനിൽ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പലപ്പോഴും ഇതിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോറായിട്ടുള്ള കൺസെപ്റ്റ്സിലോട്ട് പോകാം. എന്തുകൊണ്ട് ഗിറ്റ് ബാഷ് അല്ലെങ്കിൽ ഒരു ടെർമിനൽ ആക്സസ്, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന കമാൻഡ് ലൈൻ ആക്സസ് നമുക്ക് ആവശ്യം ആണ് എന്നുള്ളത്. സോ ഓൾറെഡി നിങ്ങൾക്ക് ഒന്നുകിൽ പവർ ഷെൽ അല്ലെങ്കിൽ വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് നിങ്ങളുടെ വിൻഡോസിലുണ്ടാവും. ബട്ട് അത് കൂടാതെയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അത് ലിനക്സുമായിട്ട് അതിൻ്റെ ഒരു സിമിലർ കൈൻഡ് ഓഫ് കമാൻഡ് യൂസ് കേസസ് ഒക്കെ ആയിരിക്കും ഇതിൽ വരിക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് നമുക്കൊരു ടെർമിനൽ ആപ്ലിക്കേഷൻ്റെ ആവശ്യം, ഇതുപോലൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലായിരിക്കില്ല നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ക്ലൗഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മുടെ കോഡ് പലപ്പോഴും അവിടെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ആ കമ്പനി നിങ്ങൾക്കൊരു അക്കൗണ്ട്, ക്ലൗഡ് ആക്സസ് തരും. ആ ക്ലൗഡിലായിരിക്കും മോസ്റ്റ്ലി ആ ഒരു കോഡ് അല്ലെങ്കിൽ കോഡ് റൺ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതുമൊക്കെ മോസ്റ്റ്ലി അതിലും ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് ക്ലൗഡ് സെർവർ ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. സോ അത് ജസ്റ്റ് കമാൻഡ് ലൈൻ നമ്മൾ കണക്ട് ചെയ്തിട്ടായിരിക്കും അതിലോട്ടുള്ള ആക്സസ് നമുക്ക് കിട്ടുന്നത്. സോ ബേസിക്കലി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, ഫയൽ ക്രിയേഷൻ, എഡിറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ബട്ട് മോസ്റ്റ്ലി കമാൻഡ് ലൈൻ ടൂൾ വെച്ചിട്ടായിരിക്കും. സോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഏർലി ഡേയ്സിൽ കമ്പ്യൂട്ടേഴ്സ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സ് അല്ല ഉണ്ടായിരുന്നത്. സോ ഏർലി ഡേയ്സിൽ കമാൻഡ് ലൈൻ വെച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും റീനെയിം ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ആസ് ഓഫ് നൗ ടുഡേ നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്
ക്ലൗഡ് ആക്സസ് അല്ലെങ്കിൽ റിമോട്ടായിട്ട് വേറൊരു സിസ്റ്റത്തിലോട്ട് ലോഗിൻ ചെയ്തിട്ട് അവിടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും അവിടെ നിന്ന് ഉള്ള ചേഞ്ചസ് ഇങ്ങോട്ട് എടുക്കാനും അതുപോലെ തന്നെ വേർഷൻ കൺട്രോളിങ് ഗിറ്റ് ആൻഡ് ഗിറ്റ് ഹബ് അതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി നമുക്കിതിൻ്റെ ആവശ്യം വരുന്നത്. സോ അത് നമുക്ക് അത് എന്താ പറയുക, ബാൻഡ് വിഡ്ത്ത് അധികം യൂട്ടിലൈസ് ചെയ്യാതെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഒരു ക്ലൗഡുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് റിമോട്ടായിട്ട് വേറൊരു സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സിസ്റ്റം നമുക്ക് അവിടെ കോഡ് അതിൻ്റെ ബാക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ വറി ചെയ്യേണ്ട. ഇതൊരു ക്ലൗഡ് സിസ്റ്റത്തിൽ അതിൻ്റെ ബാക്കപ്പും കാര്യങ്ങളുമൊക്കെ നടന്നുകൊള്ളും. ഓക്കെ, ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് പരിചയപ്പെടാം. നിങ്ങളുടെ ഗിറ്റ് ബാഷ് ലോഡായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ls എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഏതൊക്കെ ഫോൾഡേഴ്സ് ഉണ്ട്, ഫയൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിവിടെ ഉള്ളത് കുറച്ച് റീഡ്മി ഫയൽ, ലൈസൻസ് ഫയൽ, ഇവിടെ ലെഫ്റ്റിൽ നോക്കിയാൽ നമുക്കതെല്ലാം കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് ഫോൾഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കിവിടെ ഉള്ളത്. ഞാനിത് അല്പം കൂടെ വലുതാക്കാം. ഇനി ഞാനിപ്പോൾ നിൽക്കുന്ന ആ ലൊക്കേഷൻ, എൻ്റെ ലൈക്ക് കറൻറ്റ് ടെർമിനൽ ലൊക്കേഷൻ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ടൈപ്പ് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, സോ /users agile developers DSML നോട്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അതായത് ഞാൻ ഈ നോട്ടെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ ടെർമിനൽ ബൈ ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി ls-ൻ്റെ തന്നെ ഓക്കെ, ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ഗിറ്റ് ബാഷുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറൊരു ടെർമിനൽ ആപ്ലിക്കേഷൻ എടുക്കാം. സോ ഇറ്റ് വിൽ ബി മോർ സിമിലർ. ഓക്കെ, സോ ഇനി ls തന്നെ അതിൻ്റെ പല മോഡിഫിക്കേഷൻസ് ഉണ്ട്. സിമ്പിൾ ls കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബിഹേവിയർ ആയിരിക്കും കിട്ടുക. വിത്ത് സം ആർഗ്യുമെൻറ്റ്സ് എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു കമാൻഡ് ലൈനിൽ ആർഗ്യുമെൻറ്റ് കൊടുക്കാനായിട്ട് -, ഇട്ടതിന് ശേഷം എനിക്ക് അതിൻ്റെ വാല്യൂസ് പറഞ്ഞു കൊടുക്കാം. സോ ഇപ്പം ഞാനിവിടെ ls മാത്രമല്ല -l എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ -l എന്ന് മാത്രം കൊടുത്താലും ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതായിരിക്കും തരിക. അപ്പോൾ എനിക്ക് ഫോൾഡേഴ്സ് കാണാൻ സാധിക്കും, ഫയൽസ് കാണാൻ സാധിക്കും, അത് എപ്പോൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ റീഡ് റൈറ്റ് ആക്സസ് ആർക്കൊക്കെയാണ്, അതിൻ്റെ ഓണർ ആരാണ്, അതിൻ്റെ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫയൽ സൈസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാൻ സാധിക്കും. സോ ഇത് മോർ ഡീറ്റെയിൽഡ് വ്യൂ ഓഫ് ദ കറൻറ്റ് ഫയൽ സിസ്റ്റം. അപ്പോൾ എല്ലാ കമാൻഡ്സിനും നമുക്ക് അതിൻ്റെ ബേസിക് യൂസേജ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസേജും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ലൈക്ക് സം അതർ എക്സാമ്പിൾ, ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് നമ്മൾ ട്രൈഡ് ഔട്ട് ചെയ്ത കമാൻഡ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓട്ടോ കംപ്ലീഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് ടു ചേഞ്ച് ദ ഡയറക്ടറി, ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് എനിക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് CD സ്പേസ് AI അത്ര ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു ഹൈലൈറ്റഡ് ഫോർമാറ്റിൽ കാണിക്കുന്നു. എനിക്ക് ജസ്റ്റ് ഈ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ ഓട്ടോ കംപ്ലീഷൻ ആവും. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലൊക്കേഷനിലായിരിക്കും നിൽക്കുന്നത്. പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി കൊടുത്തു കഴിഞ്ഞാൽ സോ നൗ ദ ഡയറക്ടറി ഈസ് ഡിഫറെൻറ്റ്. അതുപോലെ Ctrl+ ആൻഡ് Ctrl- പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് വലുതാവുകയും ചെറുതാവുകയും ഒക്കെ ചെയ്യും. സോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സൈസിലോട്ട് അതിൻ്റെ സൂം ഇൻ, സൂം ഔട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കുള്ളത് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡുണ്ട്. സോ %current ടൈം സ്റ്റാമ്പ് നമുക്ക് തിരിച്ചു തരും. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ജസ്റ്റ് ഫോർ ഫൺ, അതങ്ങനെ വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, എന്നാലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. 23 × 3 expression. Okay, so I need to give space or ഓക്കെ, സോ സ്റ്റാറിന് പകരം മറ്റെന്തോ ഒരു സിമ്പിളാണ്, അതായത് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. ദെൻ നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിൻറ്റ് കമാൻഡ് ഇക്വലൻ്റ് ആയിട്ടൊരു എക്കോ എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്, വിച്ച് ക്യാൻ ബി യൂസ് ടു പ്രിൻ്റ് ഔട്ട് സം കമാൻഡ്സ്, സം മെസ്സേജസ്. ഇനി ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ടെർമിനൽ, ഇതിപ്പം കുറേ കമാൻഡ്സ് നമ്മൾ ട്രൈ ചെയ്തു, അതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് ഇവിടെ വരുന്നുമുണ്ട്. സോ നമുക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടൈപ്പ് ക്ലിയർ. ദെൻ അതുപോലെ പ്രീവിയസ് കമാൻഡ്സിൻ്റെ ഹിസ്റ്ററി എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ്
കമാൻഡ് കോൾ ഹിസ്റ്ററി. ഞാൻ HIS വരെ ടൈപ്പ് ചെയ്തതിന് ശേഷം ബാക്കി ഇങ്ങനെ ഷെയ്ഡഡ് ഫോമിലാണ് കാണിക്കുന്നത്. ഞാൻ ടാബ് പ്രസ് ചെയ്താൽ ഇറ്റ് വിൽ ഓട്ടോ കംപ്ലീറ്റ്. സോ ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ള കമാൻഡ്സ് എല്ലാം എനിക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ ഒരു ഡോട്ട് കാണുന്നത് ഇത് അതിൻ്റെ ഫസ്റ്റ് ഫ്യൂ പേജസിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് വരെ നമുക്ക് പോകണം. അപ്പോൾ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവാണ്. സോ ഇതിൻ്റെ മെമ്മറിയിലുള്ള എല്ലാ കമാൻഡ്സും ഞാൻ പ്രീവിയസ്ലി ടൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ എനിക്ക് ഐ ക്യാൻ ടൈപ്പ് Q ആൻഡ് ക്യൂട്ട് മീൻസ് ആ ഒരു ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് കാണിക്കുന്ന ആ ഒരു സ്ക്രീനിൽ നിന്ന് പുറത്ത് വരാനായിട്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു സ്റ്റെപ്പ് പുറകോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ CD സ്പേസ് ഡോട്ട് ഡോട്ട്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിക്കകത്താണ് കിടക്കുന്നത്. അതിൽ നിന്ന് DSML നോട്ട്സിലോട്ട് തിരിച്ച് വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ മൂവിങ് ഇൻ ടു എ ഡോക്യുമെൻറ്റ് ഓർ ഫോൾഡർ നമ്മൾ കണ്ടു. CD സ്പേസ് ആ ഫോൾഡർ നെയിം കൊടുക്കുക. അതുപോലെ ഒരു ഫോൾഡർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ MKDAR എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ന്യൂ എന്താണോ ഫോൾഡറിൻ്റെ പേര് അത് കൊടുക്കുക. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ന്യൂ ഫോൾഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിമൂവ് അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് RMDAR ന്യൂ അതിപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഫയൽ ക്രിയേഷൻ ഈസ് പോസിബിൾ. ഫയൽ ക്രിയേഷൻ റിമൂവൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിംപ്ലി ഒരു empty ഫയലായിരിക്കും ക്രിയേറ്റ് ആവുക. ടച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഫയലിൻ്റെ പേര് sample.txt. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ LS ഒന്ന് വിളിച്ച് നോക്കാം. സോ ഇവിടെ കാണിക്കുന്നുണ്ട്, ബട്ട് 0 bytes ആണ് sample.txt-യിലുള്ളത്. അസോഫിന് അതിൽ കണ്ടൻറ്റ് ഒന്നുമില്ല. സോ കണ്ടൻറ്റ് എൻ്റർ ചെയ്യാൻ നമുക്കൊരു ഒരു ടെക്സ്റ്റ് എഡിറ്റർ പോലെ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് നാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് എഡിറ്റർ ഇതിലുണ്ട്. സോ എന്താണോ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക, നാനോ എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ ഇതുപോലൊരു എൻവയോൺമെൻറ്റിൽ വരും. സോ ഇവിടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+O, അതാണ് ഇവിടെ റൈറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. കമാൻഡ് O കൊടുക്കുന്നു ഞാൻ, അല്ലെങ്കിൽ Ctrl+O കൊടുക്കുന്നു. സോ ഫയൽ നെയിം ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇല്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ഈ എഡിറ്ററിൽ നാനോ എഡിറ്ററിൽ നിന്ന് പുറത്ത് വരാനായിട്ട് Ctrl+X കൊടുക്കുന്നു. ഓക്കെ, സോ ഇനി ഞാൻ LS-L കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ സം 18 bytes ഇൻഫർമേഷൻ അതിൻ്റെ അകത്തുണ്ട്. ഇനി അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് cat sample.txt. റിമൂവ് ചെയ്യാനായിട്ട് RM sample.txt. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇനി ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് MV മൂവ് ചെയ്യാനും യൂസ് ചെയ്യാം, അതായത് വേറൊരു ഫോൾഡറോട്ട് മൂവ് ചെയ്യാനും യൂസ് ചെയ്യാം. ബട്ട് ജസ്റ്റ് റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യം MV സ്പേസ് ഒറിജിനൽ ഫയൽ നെയിം ദെൻ ന്യൂ ഫയൽ നെയിം സാമ്പിൾ ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ ഈ ഫയൽ തന്നെ റീനെയിം ആയിക്കോളും. സാമ്പിൾ ന്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് അതിൻ്റെ അകത്തുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ വേറൊരു ലൊക്കേഷൻസിലോട്ട് ഇത് പോകണമെന്നുണ്ടെങ്കിലും ഇതേ സെയിം യൂസേജ് എനിക്ക് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഒറിജിനൽ ഫയൽ കറൻറ്റ് ലൊക്കേഷനിൽ sample.txt എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. ബട്ട് എനിക്കിത് മൂവ് ചെയ്യേണ്ടത് റൈറ്റ് നൗ ഇതിൻ്റെ പേര് സാമ്പിൾ ന്യൂ എന്ന് പറഞ്ഞിട്ടാണ്. സോ എനിക്കിത് മൂവ് ചെയ്യേണ്ടത് സപ്പോസ് SQL എന്ന് പറയുന്ന ഫോൾഡറിലോട്ടാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് ലൈക്ക് ദിസ്, ജസ്റ്റ് പ്രസ് എൻ്റർ. സോ ഇത് SQL എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തോട്ട് മൂവ് ആയിട്ടുണ്ട്. അതുപോലെ അത് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് MV സാമ്പിൾ ന്യൂവിൽ കിടക്കുന്ന SQLൻ്റെ അകത്ത് കിടക്കുന്ന സാമ്പിൾ ന്യൂ .txt തിരിച്ച് this is source MV space source location and destination location. So destination location is my current location. അതുകൊണ്ട് ഞാൻ ഡോട്ട് കൊടുത്താലും മതിയാവും. ഓക്കെ, സോ ഡോട്ട് എപ്പോഴും പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി കൊടുക്കുമ്പോൾ കിട്ടുന്ന ലൊക്കേഷനെ ആയിരിക്കും ഡോട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇത് കറക്റ്റ് തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി അത് റിമൂവ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഗീവ് RM sample ന്യൂ .txt.
സോ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. ഫയലിൻ്റെ ടോപ്പ് ഫ്യൂ കണ്ടൻസ് കാണുന്നത്, ലാസ്റ്റ് ഫ്യൂ കണ്ടൻസ് കാണുന്നത്, അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ബട്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. ഇതുപോലെ തന്നെ ഗിറ്റ് കമാൻഡ്സ്, ഗിറ്റ് വെർഷൻ കൺട്രോളിന് യൂസ് ചെയ്യുന്ന കമാൻഡ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു നെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല, സോ നെറ്റ് കണക്ഷൻ ആക്റ്റീവ് ആണെന്ന് അറിയാനായിട്ട് നമുക്കൊരു പിങ് കമാൻഡ് ഉണ്ട്. www.google.com ping space URL. സോ ഇതിപ്പം 64 bytes ഫ്രം വൺ പർട്ടിക്കുലർ URL മീൻസ് IP എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി നെറ്റ് കണക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ അൺറീച്ചബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കും വരിക. സോ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് പിങ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു റിപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് Ctrl+C പ്രസ് ചെയ്യാം. ഓക്കെ, ദെൻ സോ നമുക്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻഷൻ വരുന്ന ഫയൽ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് LS സ്പേസ് വൈൽഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. സ്റ്റാർ യൂസ് ചെയ്തതിന് ശേഷം .md കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് മാർക്ക് ഡൗൺ ഫയൽസ് മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം എൻ്റെ ഹോം ലൊക്കേഷനിൽ എനിക്ക് റീഡ്മി മാത്രമേ ഉള്ളൂ മാർക്ക് ഡൗൺ ആയിട്ട്, ബാക്കിയെല്ലാം ഫോൾഡേഴ്സാണ്. സോ അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് എനിക്ക് ആ ഫയൽ മാത്രമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മാർക്ക് ഡൗൺ ഫയൽസ് മാത്രമായിട്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിൽ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ PDF ഫയൽസ് മാത്രമായിട്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിൽ മൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കമാൻഡ് ലൈൻ വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതായത് UI വെച്ച് ചെയ്യാൻ ഹാർഡായിട്ടുള്ള ചില കാര്യങ്ങൾ, കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കമാൻഡ് ലൈൻ വെച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലൗഡിൽ കണക്ട് ചെയ്ത് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ മെയിനായിട്ടും ഗിറ്റ് കമാൻഡ്സ് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു യൂസേജ് മെയിനായിട്ടും വരുന്നത്. സോ അത് ഗിറ്റ് കമാൻഡ്സിൻ്റെ ഗിറ്റിൻ്റെ കമാൻഡുകൾ വേറെ സെപ്പറേറ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. കാരണം അത് ഇറ്റ് സെൽഫ് കുറച്ച് കമാൻഡ്സ് ഉണ്ട്. സോ ബേസിക് കമാൻഡ്സ് ആൻഡ് ഗിറ്റ് ബാഷ് യൂസേജാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെസൺസ് ഗിറ്റ് ബാഷിൻ്റെ യൂസ് കേസസ് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു എവരിവൺ.